നിലവിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന പരിശോധന നാളെയും തുടരും. ഈശ്വർ മാൽപ്പെ അല്പസമയം മുമ്പ് ഇന്നത്തെ ദൗത്യം അവസാനിപ്പിച്ച് മടങ്ങിയിരുന്നു. ഇന്ന് രാവിലെ 8:45 മുതൽ ഈശ്വർ മാൽപ്പെ മുങ്ങി നടത്തിയ പരിശോധനയിലാണ് വളരെ പ്രധാനപ്പെട്ട വിവരങ്ങൾ ലഭിച്ചത്. 2 വാഹനത്തിന്റെ ഭാഗങ്ങൾ കണ്ടെടുക്കാനും അത് ക്രെയിൻ ഉപയോഗിച്ച് ഉയർത്തി പുറത്തേക്ക് എത്തിക്കാനും കഴിഞ്ഞത്. ഏതായാലും ഈ ദൗത്യം നാളെയും തുടരും. പ്രധാനമായും ഈശ്വർ മാൽപ്പയുടെ സേവനം ഇനി ഇതിന്റെ ഭാഗമായി ഉപയോഗിക്കാൻ തന്നെയാണ് തീരുമാനം. കഴിഞ്ഞ ദിവസങ്ങളിൽ ഈശ്വർ മാൽപ്പയെ ഇതിന്റെ ഭാഗമാക്കുന്നതുമായി ബന്ധപ്പെട്ട അധികൃതർക്ക് ആശയക്കുഴപ്പമുണ്ടായിരുന്നു. അദ്ദേഹത്തിന് ആവശ്യമായ പരിഗണന നൽകിയിരുന്നില്ല. ഇന്ന് രാവിലെ 6 മണിക്ക് തന്നെ മുങ്ങി പരിശോധന നടത്താൻ സ്ഥലത്തെത്തിയിരുന്നെങ്കിലും അതിന് അനുമതി നൽകിയിരുന്നില്ല. തുടർന്ന് നിരന്തരം ആവശ്യപ്പെട്ടതിനെ തുടർന്ന് ജില്ലാ പോലീസ് മേധാവി അനുമതി നൽകുകയായിരുന്നു. അതിനുശേഷം പുഴയിൽ മണിക്കൂറുകളോളം മുങ്ങി നടത്തിയ പരിശോധനയിലാണ് ആദ്യം അർജുന്റെ ലോറിയിലുണ്ടായിരുന്ന ഒരു തടിക്കഷ്ണം കണ്ടെത്താൻ സാധിച്ചത്. ഇങ്ങനെ നിരവധി തടിക്കഷ്ണം ആ ഭാഗത്തുണ്ട് എന്നാണ് ഈശ്വർ മാൽപ്പെ പറഞ്ഞത്. അതിനുശേഷം 2 വാഹനത്തിന്റെ ഭാഗമാണ് കണ്ടെത്താൻ കഴിഞ്ഞത്. ഇന്ന് രാവിലെ ഈ പരിശോധനകളെല്ലാം തന്നെ നടക്കുമ്പോൾ അർജുന്റെ കുടുംബം, അതോടൊപ്പം തന്നെ ട്രക്ക് ഉടമ മനാഫ് ഉൾപ്പെടെയുള്ള ആളുകളെല്ലാം തന്നെ ഈ ഓരോ കാര്യങ്ങളും വീക്ഷിച്ചുകൊണ്ട് ഇവിടെ ഉണ്ടായിരുന്നു. അർജുന്റെ സഹോദരി ഭർത്താവ് ജിതിൻ, അർജുന്റെ സഹോദരി അഞ്ജു ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെ സ്ഥലത്തുണ്ടായിരുന്നു. ജിതിൻ 2 വാഹനത്തിന്റെ ഭാഗമാണ് ഇപ്പോൾ കണ്ടെത്താൻ കഴിഞ്ഞിരിക്കുന്നത്. എങ്ങനെയാണ് ഈ പരിശോധനയെ നോക്കിക്കാണുന്നത്? വളരെ ഒരു വഴിത്തിരിവാണ് ഈ 68ാമത്തെ ദിവസം ഉണ്ടായിരിക്കും. തീർച്ചയായിട്ടും 2 വാഹനങ്ങളുടെ ഒരു വാഹനങ്ങളുടെ പാർട്ടായിട്ട് കിട്ടി. 2 പാർട്ട് കിട്ടി. പക്ഷേ നിർഭാഗ്യവശാൽ അത് നമ്മുടെ നിന്ന് കരുതപ്പെടുന്ന വാഹനത്തിൻ്റെതല്ല. നമ്മുടെ വാഹനം ഇപ്പോഴും നേവി മാർക്ക് ചെയ്ത ആ സ്ഥലത്ത് ഇതുവരെ ഡ്രഡ്ജിങ് നടന്നിട്ടില്ല. അവിടെ ഡ്രഡ്ജിങ് നടന്ന ഒരു ഉത്തരം പെട്ടെന്ന് തന്നെ അവിടെ ക്ലിയറാക്കി അതിനൊരു ഉത്തരം നമുക്ക് കിട്ടണം. കാരണം നേവി ഇപ്പോഴും കോൺഫിഡൻസ് നിൽക്കുന്ന സോണാർ ടെസ്റ്റ് എല്ലാം ചെയ്തു വെച്ച ആ ഭാഗം അവിടെയാണ് ആദ്യം ഡ്രഡ്ജിങ് നടത്തേണ്ടിയിരുന്നത്. എങ്കിലും ഒരു ആശയക്കുഴപ്പം ഉണ്ടാകില്ല എന്നാണ് ഞാൻ കരുതുന്നത്. അവിടെ ആദ്യം ചെക്ക് ചെയ്തിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ മറ്റു സ്ഥലങ്ങളിലേക്ക് പോയാൽ മതിയായിരുന്നല്ലോ. നാളെ മാൽപ്പയെ കൂടി ഇതിന്റെ ഭാഗമായി സ്ഥിരമായി ഉപയോഗിക്കണമെന്നൊരാവശ്യമുണ്ട്. അല്ല, അതെല്ലാം നമ്മളല്ല അതിൻ്റെ ആധികാരികമായി നമുക്കറിയില്ല. അത് ഏത് തരത്തിലുള്ള സെർച്ചിങ് ആണ് നടക്കേണ്ടതെന്ന് ഈ ഓപ്പറേഷൻ ചെയ്യുന്നവരാണ് അത് തീരുമാനിക്കേണ്ടത്. ഞങ്ങളിപ്പോഴും ആവശ്യപ്പെടുന്നത് ഈ രണ്ടാം ഘട്ട തിരച്ചിൽ നിർത്താൻ കാരണം തന്നെ ഇനി ഒരു ഡൈവിങ്ങിലൂടെ ഈ ഒരു വാഹനം കണ്ടെത്താൻ സാധിക്കില്ല എന്ന തിരിച്ചറിവ് കൊണ്ടാണ് ഈ ഡ്രഡ്ജിങ് മൂലമേ ഇനി സാധ്യമാകുക എന്ന നിഗമനത്തിലേക്ക് എത്തിയത്. അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇനി ഡ്രഡ്ജിങ് ചെയ്തിട്ട് മാത്രമേ ഈ അടുത്ത ഘട്ടത്തിലേക്ക് നമുക്ക് കടക്കാൻ പറ്റുകയുള്ളൂ. അപ്പോൾ അതിൽ മുങ്ങിയെടുക്കുക എന്നത് എത്രത്തോളം സാധ്യമാണ് എന്നുള്ളത്, മുങ്ങിയെടുത്താൽ നമുക്ക് വാഹനത്തിൻ്റെ ഏതെങ്കിലും പാർട്സുകളൊക്കെ കിട്ടുമായിരിക്കും. അതിൽ നമുക്ക് കാര്യമില്ല. നമുക്ക് ഡ്രഡ്ജിങ് ചെയ്ത വണ്ടിയുടെ അടുത്തേക്ക് എത്തണം, എങ്കിൽ മാത്രമേ ഇതുകൊണ്ടൊരു കാര്യം ഉണ്ടാവുള്ളൂ. ഈ അഭിപ്രായം തന്നെയാണ് പറയാനുള്ളത്. ഡ്രഡ്ജിങ് 3 ദിവസമാണ് ഇപ്പോൾ പറയുന്നത്. അതിലൊരു ദിവസം കഴിഞ്ഞു. ഇപ്പം അവിടേക്ക് എത്തിയിട്ടില്ല. അതെന്തുകൊണ്ടാണ് അങ്ങനെ പോവാത്തതെന്ന് മനസ്സിലാവുന്നില്ല. ഇന്നത്തെ ഒരു ഇത് വെച്ച് നോക്കുമ്പോൾ എനിക്ക് പ്രതീക്ഷയൊക്കെ തോന്നുന്നു.